നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. മാറ്റിനി അളക്കും. നടൻ ദിലീപിനെതിരായ ഭൂമി കയ്യേറ്റ വിവാദത്തിൽ ആരോപണം ശക്തമാകവേ ചാലക്കുടി ഡി സിനിമാസ് തിയേറ്ററിന്റെ ഭൂരേഖകൾ ഹാജരാക്കാൻ ദിലീപ് അടക്കം 7 പേർക്ക് നോട്ടീസ് നൽകി തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ട്. 27-ന് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തും. ഡി സിനിമാസിന്റെ ഭൂമി കയ്യേറ്റം സങ്കീർണമെന്നും പുറമ്പോക്ക് ഭൂമിക്ക് ജന്മാവകാശം നേടിയതും കരമടച്ചതും എങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ. കേസിന് ആക്കം കൂട്ടി താരത്തിന്റെ മറ്റ് ഭൂമി ഇടപാടുകളും പുറത്ത്. കുമരകത്തെ വിവാദ ഭൂമി നടൻ മറിച്ചുവിറ്റത് 10 കോടി രൂപയ്ക്കെന്ന് റിപ്പോർട്ട്. സ്ഥലം വിൽപ്പനയ്ക്ക് ഇടനിലക്കാരനായി നിന്ന ബ്രോക്കറെ ദിലീപ് ഭീഷണിപ്പെടുത്തി. വില കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്തത് സംബന്ധിച്ചും റവന്യൂ വകുപ്പ് അന്വേഷണം ആരംഭിച്ചതായി സൂചന. ഭൂമിയോട് ചേർന്ന കായൽ താരം കയ്യേറിയതെന്നും ആരോപണം. അതിനിടെ സിനിമാ മേഖലയിലെ പലരുടെയും സാമ്പത്തിക സ്രോതസ്സുകളിലുള്ള പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചതായി വിവരം. സംശയ നിഴലിലുള്ളവരെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ചുരുളഴിയുന്ന സത്യങ്ങൾ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കവേ 2011-ൽ മുതിർന്ന നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായതായി പോലീസ്. കോതമംഗലം സ്വദേശികളായ എബിൻ, വിപിൻ എന്നിവർക്ക് പുറമെ ഇന്ന് പിടിയിലായത് കണ്ണൂർ പാച്ചലൂർ സ്വദേശി സുനീഷ്, അഷ്റഫ് എന്നിവർ. ഇയാളിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചതായി അന്വേഷണ സംഘം. 2010-ലും ഒരു മുൻകാല നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നിരുന്നു. പൾസർ സുനിയും സംഘവും ഇതിനായി ചെറുവത്തൂരിലെത്തിയിരുന്നു. ചോദ്യം ചെയ്യലിൽ സുനീഷിൽ നിന്ന് ഇനി നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നും അന്വേഷണ സംഘം. അതിനിടെ പൾസറിന്റെ ഗൂഢാലോചന പ്രകാരം 2011-ൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച നടിയുടെ മൊഴിയെടുത്ത് പോലീസ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് തന്നെ വാഹനത്തിൽ കയറ്റിയതെന്നും ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നെന്നും നടിയുടെ മൊഴി. ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞ വാഹനത്തിൽ കയറ്റിയവരെ സംശയം തോന്നിയത് വഴിതെറ്റിച്ച് വണ്ടി ഓടിച്ചപ്പോഴെന്നും നടി. ചോർന്നു കിട്ടിയ ദൃശ്യങ്ങൾ. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കൊച്ചിയിലെ മെഡിക്കൽ കോളേജിൽ പ്രദർശിപ്പിച്ച സംഭവത്തിൽ വിശദ അന്വേഷണം. ഫോറൻസിക് പഠനത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ച ദൃശ്യങ്ങൾ കണ്ട വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കും. മെഡിക്കൽ കോളേജ് അധ്യാപകന് ദൃശ്യങ്ങൾ ലഭിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയുടെ നിർദ്ദേശം. പൾസർ സുനി പിടിയിലാകുന്നതിന് മുമ്പ് മെഡിക്കൽ കോളേജിൽ അക്രമ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചത് ജൂൺ അവസാന വാരം. ദൃശ്യങ്ങൾ കണ്ട പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ വിവരം രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു. അതേസമയം ഇത്തരമൊരു സംഭവം നടന്നിട്ടില്ലെന്ന വിശദീകരണവുമായി കോളേജ് അധികൃതർ. നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈലിനും മെമ്മറി കാർഡിനുമായി അന്വേഷണ സംഘം തിരച്ചിൽ തുടരുമ്പോഴാണ് മെഡിക്കൽ കോളേജിൽ പഠനത്തിന്റെ ഭാഗമായി നടന്ന പ്രദർശനം. പോലീസിന് നാണക്കേടായ സംഭവത്തിൽ കർശന നടപടിയെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ആധാരമില്ലാത്ത സ്വകാര്യത. ആധാർ കേസിൽ വ്യക്തിയുടെ സ്വകാര്യത സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിർണായക വാദത്തിന് തുടക്കം. സുപ്രധാന വിഷയം 9-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച്. ആധാറിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സ്വകാര്യത മൗലിക അവകാശമാണോ എന്ന കാര്യം ആദ്യം പരിശോധിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് JS ഖെഹാർ. നിലവിലുള്ളത് വ്യക്തിയുടെ സ്വകാര്യത വിഷയം മൗലിക അവകാശങ്ങളുടെ പരിധിയിൽ വരുന്നതല്ലെന്ന സുപ്രീം കോടതി വിധികൾ. സ്വകാര്യതയ്ക്കുള്ള അവകാശം യുക്തിപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമെന്ന് 1954-ലെയും 63-ലെയും വിധികളിൽ കോടതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.